ഇന്ന് ഞാൻ ഷസാവിന് ഊക്കാൻ വേണ്ടി മാത്രം വന്ന ദിവസം കേട്ടോ. ആണോ? ഞാനും എന്റെ ബർഗർ ഇങ്ങ് വരട്ടെ, ഞാൻ തരാം. ബർഗർ അല്ല, നിങ്ങളുടെ ഹുവായി ഫോണിങ് വരട്ടെ, ഞാൻ തരുന്നുണ്ട്. ഈ ഫോൺ ഒരു രക്ഷയില്ല, കിടിലം ക്യാമറ, കിടിലം. ഈ ഫോട്ടോ എടുക്കുമ്പോ കണ്ടോ, പൈസ കിട്ടിയാ എല്ലാ ഫോണും കിടില്ല. അവിടെ. അതെ, അതെന്താ അങ്ങനത്തെ ഒരു വർത്താനം? നീ അർജന്റീന ഹേറ്റർ അല്ലേടാ, നീ മിണ്ടരുത്. ഗൈസ്, ഇവ അർജന്റീന ഹേറ്റർ ആണ്. അർജന്റീന ഫാൻസിന്റെ ഹേറ്റർ. കാരണം അർജന്റീന ജയിച്ചാൽ നമുക്ക് ഫാൻസ് ആകുമ്പോ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അർജന്റീന തോക്കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയൊക്കെ എടുത്തോട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ആക്കി സെറ്റ് ചെയ്തേക്കോ. രേഷ്മ ഓൺ ദ ഫ്ലോർ. മെസ്സി ഇഷ്ടമല്ല കേട്ടോ അവന്. മെസ്സി ഇഷ്ടമാരാ പടച്ചോൻ കേൾക്കണ്ട. മെസ്സി തന്നെടാ പടച്ചവൻ, പിന്നെ ഏത് പടച്ചവൻ? ഹലോ മെസ്സി എന്ന് പറഞ്ഞാല് അവന് പടച്ചോൻ കഴിവ് കൊടുത്താണ്. അവൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അവൻ ജസ്റ്റ് പല്ല് കേൾക്കുക, ഗ്രൗണ്ടിലേക്ക് വരിക, അത്രേ ഉള്ളൂ. ക്യാമറ ഓൺ ആക്കിയപ്പോ കണ്ടന്റ് മാറി. ഇത്രയേറെ ഇങ്ങനെ അല്ലായിരുന്നല്ലേ, കണ്ടന്റ് മാറി ഇവിടെ. മെസ്സി മിഷീൻ ഞാൻ പറഞ്ഞ കാര്യമില്ല ഞാൻ പറയുന്നത്. മെസ്സിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ ജസ്റ്റ് പല്ല് കേൾക്കുക, വരിക, വേറെ ഒന്നും ചെയ്യണ്ട. ട്രെയിനിങ്ങും വേണ്ട, ഒന്നും വേണ്ട. വാഷ്റൂമിൽ പാട്ടും പാടത്തില്ല. ഈ ഫുട്ബോളിന് രണ്ടറ്റം ഉണ്ടെങ്കിൽ അതിന് ഒരറ്റം റൊണാൾഡോ, ഒരറ്റോ എടാ, ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഈ പറയണ എംബാപ്പെ തൊട്ട് എല്ലാം ഇന്നലെ കളിച്ച ആ ചെറുക്കാൻ വരെ ഇൻസ്പയർ ചെയ്ത് വരുന്നത്. എല്ലാ സമയത്തും അങ്ങനെ ആൾക്കാരുണ്ട്. റൊണാൾഡോ ഇൻസ്പയർ ആയിരുന്നു, എംബാപ്പെ. അപ്പൊ മെസ്സി ഇൻസ്പയർ ആയി വന്നിട്ടില്ല അവര്. അതെ, റൊണാൾഡോ എനിക്കോണ്ട് മറ്റേ പഴയ ബ്രസീലിലെ റൊണാൾഡോയും അവരെയൊക്കെ ഇതായിട്ടൊക്കെ അവര് പറഞ്ഞത്. റൊണാൾഡോ, റൊണാൾഡീനിയോ, റിവാൾഡോ, മറ്റേ ബാറ്റിസ്റ്റൂട്ട. ഞാൻ സിനാനൊരു ക്വസ്റ്റ്യൻ, റൊണാൾഡോ ഇതുവരെ എത്ര ക്ലബിൽ കളിച്ചിട്ടുണ്ട്? റൊണാൾഡോ ഏതൊക്കെ ക്ലബ്ബാ? ഫസ്റ്റ് യുണൈറ്റഡിൽ വരുന്നതിന് മുമ്പ് ഒരു ക്ലബ്ബ്. ആ ക്ലബിന്റെ പേര് പറഞ്ഞു. ഫാനാണ്, നീ പറയാനിരിക്കരുത്. മറന്നുപോയി. അല്ല, കുഴപ്പമില്ല. ആറ് കറക്റ്റ് ആണോ? എനിക്കറിയത്തില്ല, കേക്കട്ടെ. നീ റൊണാൾഡോ ഫാൻ അല്ലേ? റൊണാൾഡോ ഡൈഹേർഡ് ഫാനല്ല. അപ്പൊ ആൻസർ അറിയാമെങ്കിൽ മാത്രമേ ചോദ്യം ചോദിക്കാവൂ. കേക്കട്ടെ. അവൻ പറഞ്ഞത് ഷുവർനെസ് കറക്റ്റാ. മാന്യു, ഞാനും മാന്യു ഇട്ട് കണ്ടിട്ടുള്ള. യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഓക്കെ, പറഞ്ഞേരാ. യുണൈറ്റഡ്, റിയൽ മാഡ്രിഡ്, ജുവന്റസ്, പിന്നെ അതിന് ശേഷം പോയ ക്ലബ്ബാണ് അൽ നാസർ. അവസാനം അതിന് ശേഷം ഒരു ക്ലബ്ബ് പോയി. നിനക്കറിയോ? നിങ്ങൾക്കറിയോ? എനിക്കറിയാം. കറക്റ്റാണ്, അത്രയും കറക്റ്റാണ്. ജുവന്റസ് കറക്റ്റാ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ? ഇതിന്റെ നടുവിലൊന്നുണ്ട്. റിയൽ മാഡ്രിഡ്. അത് പറഞ്ഞ് ജുവന്റസ്, റിയൽ മാഡ്രിഡ്. ഇത്രേ ഉള്ളൂ. ഇതിന്റെ കൂടെ ഒന്നുമില്ല. ഇപ്പോഴുള്ള ക്ലബ്ബാണ്. ഇനി അൽ നാസർ. അതിന്റെ നടുവിലൊന്നും ഇല്ലല്ലേ? കറക്റ്റാ. നേരെയാണ് ഇവിടെ അൽ നാസർ. യുണൈറ്റഡിന് മുമ്പ് യുണൈറ്റഡിന് മുന്നേ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ യുണൈറ്റഡിലെ കണ്ടിട്ടുള്ളൂ. ജുവന്റസിൽ എത്ര ആൾ കളിച്ചിട്ടുണ്ട്? ജുവന്റസിൽ എത്ര ആൾ കളിച്ചിട്ടുണ്ട്? 1.5 കൊല്ലം. അതാ സുബിനോളജി. ജുവന്റസിന് വേഗം പുറത്തായി. 1.5 കൊല്ലം. 1.5 കൊല്ലം. പിന്നെ സൗദി പുറത്തായതല്ല, സൗദി വലിയ വില കൊടുത്തെടുത്ത്. വലിയ വില അല്ലേ അവനെ പുറത്താക്കിയാണ്. എത്ര വില കൊടുത്തെടുത്ത്? അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കേണ്ടി വരും. എടാ, നീയും ഫാൻ അല്ലേടാ? ഞാൻ ഫാനാ, എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. എനിക്കിതറിയാം. എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫ്രണ്ടിൽ ഏതാന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ടിൽ ഏതാ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ക്ലബിലുണ്ട് യുണൈറ്റഡിൽ വരുന്നതിന് മുമ്പേ. ഓ, അതെനിക്കറിയില്ല. വെൽക്കം ടു അൽഷസാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മൾ ഇന്ന് പോകുന്നത് നൊമാഡിയന്റെ ബർഗർ കഴിക്കാനാണ്. ഫ്ലിപ്പ് എന്ന് പറയുന്ന ബർഗർ. അപ്പം അവിടെ നമ്മൾ പോകുന്നത് നൊമാഡിയന്റെ ട്രീറ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇറങ്ങിയത്. വേറെ വല്ല പരിപാടി ഉണ്ടോ? വേറെ നമ്മൾ ദുബായ് ഹിൽസ് മോളിൽ പോയിട്ട് ഒരു ബർഗർ കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു സുനാഗ്ലി, സ്കൂപ്പ് കുക്കി. സുബിനോളജിക്ക് ഇത്രയും നാൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പുള്ളിക്ക് ഒന്ന് ട്രക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ട്രക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ദുബായ് ഹിൽസിൽ പോകുന്നത്. ദുബായ് ഹിൽസ്. കുറച്ച് നാള് ഒന്ന് നാട്ടിൽ പോകുന്നുണ്ട് പയ്യൻ. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് മസ്റ്റ് ആയിട്ട് ഇന്ന് വന്ന് ഇവന്റെ മോന്ത ഒപ്പി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഫണ്ണി ക്യാരക്ടറൊക്കെ, വെരി ഫണ്ണിയാ. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത ഫീഫ ആവും. ഒന്നും കൂടെ പറയോ? എന്തായാലും ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത ഫീഫ ആവും. ഇതാ സ്പോർട്ടിംഗ് CP, ഇതിലാണ് കളിച്ചത്. സ്പോർട്ടിംഗ് CP, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റിയൽ മാഡ്രിഡ്, ഞാൻ പറഞ്ഞില്ലേ ജുവന്റസിന്റെ അൽനാസിന്റെ ഇടയിൽ ഒരു ക്ലബ്ബ് കളിച്ചതാ. കറക്റ്റ് ഞാൻ പറഞ്ഞ 6 ക്ലബ്ബ്. അതെന്താണ്? അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലേ?
ഓടാ ഓടാ. നീ എന്തോ പറയണ? പക്ഷെ 6 ക്ലബിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചത്. ക്ലബ്ബ് ഏതാണ്? അല്ല, ഞാൻ ഓർഡർ ഉദ്ദേശിച്ച 6. നീ ജയിച്ച് അല്ല അതല്ല തന്നെ കഴിഞ്ഞ്. ശരി, ഓക്കെ. റൊണാൾഡോന്റെ ബർത്ത്ഡേ എന്നാ? അതൊന്നും അറിയില്ല. ഇതെന്നാ എന്റെ ഉമ്മാന്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് അറിയില്ല. പടച്ചവനെ, പിന്നെ റൊണാൾഡോന്റെ ബർത്ത്ഡേ മോഹൻലാലിന്റെ ബർത്ത്ഡേ അറിയൂ? അറിയില്ല. എന്തിനും ആൻസർ ഉണ്ട്. ഉമ്മയുടെ ബർത്ത്ഡേ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് റൊണാൾഡോ ബർത്ത്ഡേ അല്ല ഓർത്തിരിക്കില്ല. ഞാൻ എന്റെ ബർത്ത്ഡേ നിനക്കറിയോ? അതറിയാം. സന്തോഷം. ഇവനെന്തിനാ വണ്ടി ഡോർ തുറന്നിരിക്കാൻ ഓടിക്കാൻ? എ സി ഇല്ലാത്തോണ്ടായിരിക്കും. ഒന്ന് തുറന്ന് ചോദിച്ചു സൂര്യനാണെങ്കിൽ ഒരു സംശയം. ചേട്ടാ, പുള്ളിക്ക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഡോർ തുറന്നു ഓടിക്കുന്നത്? എല്ലാം ഈ ക്യാമറ പുള്ളിയുടെ അതെന്താണെന്നറിയോ? നിങ്ങൾ കമന്റ് ബോക്സിൽ അതെന്താ മനസ്സിലായി ആർക്കെങ്കിലും? ക്ലാരിറ്റി ആണല്ലോ ക്ലാരിറ്റിയാ. എനിക്ക് കമന്റ് ഗൈസ്. നിങ്ങൾ വ്ളോഗർ ആണെങ്കിൽ, നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക Insta360 ലൂണ അൾട്ര. യെസ്, മൈ കോഡ് അടിക്കുക ഷസാം 30. അങ്ങനെ ഒരു കോഡൊന്നും ഇല്ല കേട്ടോ. ആരും പോയി അത് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ വലിയൊരു കോഡും ഇല്ലാതെ വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഫ്ലിപ്പ് ബർഗറിലോട്ട് പോവുകയാണ് ഗൈസ്. ഗൈസ്, ഇതാ നൊമാഡിയന്റെ ലൈസൻസ്. ഇതാണ് നൊമാഡിയന്റെ ദുബായ്. ദുബായ് ലൈസൻസ് നൊമാഡിയന്റെ. ശരിയടേ, ശരി. നാളെ അബുദാബിയിലോട്ട് പോവുകയാണ് നൊമാഡിയൻ. ബ്രോ 140 ആണോ ബ്രോ? അബുദാബി. ഓക്കെ, ഓ, ഐ ക്യാൻ മാനേജ് ഇറ്റ്. നാളെ പറക്കും. പറക്കാൻ ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. നമ്മൾ നോർമൽ ബ്രോ, നോർമൽ കാർ. Today the vlog is only for the Shasam Wookals of the India. So we are coming from the അതായത് ഈ പറന്നു പോകുന്ന പറയുമ്പോ ഹെലികോപ്റ്റർ, ഇതൊക്കെയാണ് നിന്റെ ഊക്കല്. അടിപൊളി. കാരണം നമ്മൾ ഗ്ലാസ് അനുസരിച്ച് നോക്കുന്നത്. നമ്മൾ ഓരോ ക്ലാസ് വെക്കും. ആണോ? ഓരോ ക്ലാസ് നോക്കിട്ട് നമ്മൾ നോക്കും. അത് ശരി. ബിക്കോസ് ദ ലോ ലെവൽ ക്ലാസ്. വേറൊരു കേസുണ്ട്. ഒരു മെഗാ ഊക്കല് നിനക്ക് കിട്ടും. ഫോൺ കേസ്. നിന്റെ കഷ്ടകാലത്തിനും ഭാഗ്യത്തിനും ഒരു സംഭവം നടന്ന നമ്മൾ ഫ്രണ്ട്സ് ആണ്. അന്ന് നീ പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, ആ ഞാൻ കാണിച്ചു തരാം. അന്ന് നിനക്ക് മനസ്സിലാവും നീ ആരെയാണ് തൊട്ടത്. അന്ന് നിനക്ക് മനസ്സിലാവും നീ തൊട്ടത് പാമ്പിനെയാണെന്നാണ് മനസ്സിലായി. ഭാഗ്യം. യോ ബിഗ് ബി. അങ്ങനെ ഇവിടെയാണ് നമ്മളൊന്ന് കഴിക്കാൻ വന്നത്. ആദ്യക്കട ഫ്ലിപ്പിന്റെ ലോഗോ ഉണ്ടോ? അതുപോലെ ബണ്ണൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഗൈസ് ഫ്ലിപ്പിന്റെ ലോഗോ. ഇതാണ് ബണ്ണൊക്കെ കണ്ട. കാരണം വെറൈറ്റി കറുത്ത ബണ്ണ്, സാധാ ബണ്ണ്. പക്ഷെ ഈ ബണ്ണ് കണ്ട ഇതൊരു വെറൈറ്റി ബണ്ണാണ് കേട്ടോ. കൊള്ളാം. ഞാനിട്ടിരിക്കുന്നത് ഉടുപ്പിനായിട്ട് നല്ലതാ പുള്ളിയുടെ യൂണിഫോം. അങ്ങനെ പറയല്ലേ. ഞാൻ ഇന്നൊരു വെറൈറ്റി പിടിച്ചതാ. കൊള്ളാടാ, രസമുണ്ട്. ഒരു മറ്റേ ചോക്ലേറ്റ് സിനിമയിലൊക്കെ Excuse me, sorry, what's your name? Nomadian. Nomadian. അത് നിങ്ങൾ കണ്ടായിരുന്നോ? Excuse me, what is name? Nomadian. എന്തിനാണെങ്കിലും അങ്ങനെ അവിടെ ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ബർഗർ ബാക്കിൽ ഒരു കഥയുണ്ട്. നമ്മൾ പിസ്സ കഴിക്കാൻ പോയി തുറക്കണ്ടോ? മറ്റേ ബിബിക്യൂ പിസേറിയ ന്യൂയോർക്ക്. ഓ, അവരാണ് ഈ കട. അവര് തന്ന പ്രൊമോഷൻ. ഓ നൈസ്. അന്നൊരു പറഞ്ഞു ഓർമ്മയുണ്ടോ? എനിക്കൊരു ബർഗർ ബ്രാൻഡ് ഉണ്ടെന്നൊക്കെ അവര് പറഞ്ഞു ഓർമ്മയില്ലേ? അന്ത ബർഗർ ബ്രാൻഡാണ് ഇന്ത ബർഗർ ബ്രാൻഡ്. നൈസ്. നോക്കിയായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? വീഡിയോ അടിപൊളി. സൂമൊക്കെ വേറെ ലെവല്. കളർ ഒരു രക്ഷയില്ല. ബർഗർ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ആ ചേട്ടാ അവിടെ നിന്ന് ബർഗർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് ബർഗർ ഉണ്ടാക്കുന്ന കണ്ടു ഗൈസ്. ചൂട് ബർഗർ. അപ്പൊ എന്താണെങ്കിലും ഫ്ലിപ്പിൽ വന്ന് നമുക്ക് ബർഗർ ട്രൈ ചെയ്യാം ഗൈസ്. ഗൈസ് ബർഗർ മീറ്റ് കണ്ട അനപ്പീനെ വെച്ച് പല സ്മാഷ് ചെയ്യും. നല്ല എരിയുള്ള ബർഗറാണ് കേട്ടോ. ദോശ സ്മാഷ് ബർഗർ കൊള്ളാമല്ലോ. നല്ല ബണ്ണ് കേട്ടോ. സോസ് ഒഴിച്ചിട്ട് ലവ ഇവിടെ നിന്ന് മറിച്ചിടുന്നുണ്ട്. എന്തിനാ കറി ചേട്ടാ? ബർഗർ കേസ് എന്താണ് ബർഗർ? ആ ചേട്ടാ അതെടുത്ത് വെച്ചത് ഞാൻ ഷോട്ട് എടുക്കാൻ മറന്നു കേസ്. പക്ഷെ ബർഗറിന്റെ ഷോട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഗൈസ് തലയിൽ തൊപ്പിയും വെച്ച് കയറാണ്. പ്ലെയിൻ ഓടിക്കാൻ പോവാന്നോ? പൈലറ്റ് തൊപ്പിയും വെച്ച് കയറുകയാണ്. പെട്ടെന്നാവട്ടെ. എന്നിട്ട് ബർഗർ ഉണ്ടാക്കി വേഗം ആവട്ടെ.
ഗൈസ് നൊമാഡിയൻ ബർഗർ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ആ ഉണ്ടാക്കിയ ബർഗർ നമ്മൾ കഴിക്കും. നല്ല കട, ചെറിയ കടയാണ്. ഇത് എവിടെയാണ്? കവനീജ. ഇത് മിസ്ഹർ MIZHR. ഇവിടെ കൂടുതലും locals, അറബ്സ് ഉള്ള ഏരിയ, കൂടുതൽ അങ്ങനെയുള്ള വില്ലാസും. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഗൈസ്. ഇതാണ് അതിന്റെ ലോഗോ, ഫ്ലിപ്പിന്റെ. ഈ ലോഗോ കണ്ടിട്ട് എനിക്കൊരു നെഗറ്റീവ് ആണോ, ഈ ലോഗോക്ക് പറ്റി അവർക്ക് വേറെ പല ലോഗോ ഒക്കെ വെക്കാൻ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഗൈസ് റാനിയുടെ ബാഗ്, വെറൈറ്റി ബാഗ്, പബ്ലിക് ഹൗസാണ്. കിടിലം ബാഗ്, നൈസാ. റുബിന്റെ സെലക്ഷൻ ആണോ? കിടിലം ബാഗ്. This is OG, Sunil OG. And this is Rafi. And this one is Dirty Jalo. And this one is Secret Agent. Okay. Secret. ഇത് എല്ലാം ബീഫാണോ? എല്ലാം ബീഫ്. Ella beef. We have these two different type of buns. There is pretzel bun and potato bun. Pretzel bun, right? Yeah, pretzel bun and potato bun. It's up to the customer. The customer can decide which patty, which. So we can customize the bun. Yeah, you can choose. Choose the bun. Okay. Any pretzel bun. Any pretzel bun. Pretzel bun. Pretzel. ഒട്ടിച്ച്. നല്ല ബർഗർ ആട്ടാ. പേര് കൺഫ്യൂഷൻ ഇല്ല, പേര്. ഹാലപ്പിനോ. സോ നമുക്ക് ഓരോ ബർഗർ ട്രൈ ചെയ്യാം. സോ ഫസ്റ്റ് ബർഗർ ഡാറ്റി ചാലോ. ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നു നമ്മുടെ സ്വന്തം സുബിനോളജി. അടുത്ത സീക്രട്ട് കൂട്ടുകാരനായ ഷസാം ട്രൈ ചെയ്യുന്നു സീക്രട്ട് ബർഗർ. ട്രഫിൾ ബർഗർ ട്രൈ ചെയ്യാൻ പോകുന്നു നമ്മുടെ സ്വന്തം എയർ ഹോസ്റ്റസ് രേഷ്മ. പിന്നെ നമ്മുടെ സ്വന്തം ഓജി റാണി ട്രൈ ചെയ്യാൻ പോകുന്നു ഓജി ബർഗർ. നീ ഇവിടെ എന്തിനു വന്നാ? ഞാൻ പറയാം. രണ്ടാമത്തെ കടി അടിക്കാൻ വന്നതാണ്. എല്ലാവരും രണ്ടാമത്തെ കടി അടിക്കാൻ. ഗൈസ് നിങ്ങൾക്ക് നല്ല സ്പൈസി ബർഗർ ഇഷ്ടമാണെങ്കിൽ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? എരിയല്ലേ? എരി ഇഷ്ടം? എരിയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. റാണിക്ക് ഇഷ്ടപ്പെടും. സൂപ്പർ, ഭയങ്കര എരി. നല്ല രസമുണ്ട്, നല്ലൊരു എരി, നല്ല രസമുള്ള എരി. ഡർട്ടി റാണിയെ കഴിക്കുന്നു. ഡർട്ടി ചാലോ. റാണി പറയുന്നത് നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ. രസം. ഇതൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്, അതൊരു ഫീലാണ്. ആഫ്റ്റർ ടേസ്റ്റ് സാധനമാണ്. എല്ലാം പറയൂ, എന്തെങ്കിലും പറയൂ. എനിക്കിഷ്ടമല്ലേ? പച്ചമുളകുണ്ട്. പച്ചമുളകുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ബർഗറാണ് ഡർട്ടി ജാലോ. ഇവരുടെ ബെസ്റ്റ് സെല്ലറാണ്. ഒരു വേണം കണ്ടല്ലേ, നല്ല രസമുണ്ട്. രസമുള്ള ഏരിയയാണ് കേട്ടോ, ഭയങ്കര ഏരിയല്ല. നിങ്ങൾക്ക് ബോട്ടോക്സ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ, ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഒരു വെറൈറ്റി ഏരിയ ഉള്ള ബർഗർ കേട്ടോ. ആദ്യത്തെ കടി നമുക്കൊരു ഏടായിട്ട് തോന്നും. വെളുത്തുള്ളി ചമ്മന്തി. ഇത് പറയണോ ബർഗറിനാണ് പറയേണ്ടത്. നിങ്ങൾ കപ്പയും കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് തരും. ബണ്ണ് നമുക്ക് ഇഷ്ടമുള്ള ബണ്ണ് ചൂസ് ചെയ്യാം. ബണ്ണ് വേണ്ടെങ്കിൽ വീട്ടിൽ കപ്പ കൊണ്ടുവരാം. അത് ആ ഏരിയ ബണ്ണ് ഏതൊക്കെയാണെന്ന് പറ. ഭയങ്കര രസമുള്ള ഏരിയ. നേരത്തെ പറഞ്ഞില്ലേ പെപ്സി വേണം കേട്ടോ, പെപ്സി മുഖ്യം. എന്നാ മാത്രമേ കാര്യം നടക്കുള്ളൂ. പെപ്സി എന്തായാലും ഇതാണ് കേട്ടോ കടേര വെളി. ഇത് ഓജിയാ? ട്രഫിയാണോ? ട്രഫി ഗൈസ്, ഞാൻ വലിയൊരു ട്രഫിൾ ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ ലെറ്റ് മീ സീ. അഗൈൻ ട്രഫിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഓവറായി ട്രഫിൾ ഒന്നുമില്ല, കറക്റ്റ് മൈൻഡ് തന്നെയാണ് ട്രഫിൾ ഉള്ളത്. ബട്ട് ഐ ആം നോട്ട് യൂസ് ട്രഫിൾ. ട്രഫി ചിലടത്ത് ഈ ട്രഫിൾ ഭയങ്കരമായിട്ട് നിറഞ്ഞു നോക്കും, അതില്ല. പക്ഷെ ഇവിടെ കറക്റ്റാ. നല്ല ബണ്ണ് കേട്ടോ, നല്ല ബണ്ണ് കേട്ടോ. നല്ല ബണ്ണ്. എന്താ കഴിക്കുന്ന? എരിയുള്ളതാണ്? ട്രഫിളാണ്? എങ്ങനെയുണ്ട് ഈ ട്രഫിൾ? ട്രഫിൾ എങ്ങനെയുണ്ട്? ട്രഫിൾ എങ്ങനെയുണ്ട്? നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ടേസ്റ്റ്, നൈസ്. ട്രഫിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എടേ നമുക്ക് ഈ സീറ്റ് വേണം. ഒറ്റയ്ക്ക് നടിക്കണ മൂലം വന്നിരുന്നിട്ട്. അപ്പൊ ഓജിയാണ് കിടിലം. ഇതാണ്
അടിപൊളി. ഒരു OG US ബർഗർ എല്ലാം പൊളിയാണ്. അടിപൊളി. അടിപൊളി OG നല്ലൊരു അമേരിക്കൻ ബർഗർ ഫീൽ ഇപ്പോഴാണ് നല്ലൊരു അമേരിക്കൻ ബർഗർ ഫീൽ. സൂപ്പർ. ഇവിടെ എല്ലാം ഉണ്ട്. വെറൈറ്റി ഏരിയ ഉള്ള ബർഗർ തൊട്ട് ക്ലാസ് സാധനം വരെ. അടിപൊളി. നമ്മള് കഴിക്കാത്ത കുറച്ച് ടൈപ്പ് ഫ്ലേവേഴ്സ് അല്ലേ? മുളക് ചമ്മന്തി, മുളക് ചമ്മന്തി, റഫിള്, പക്ഷെ നല്ല കേട്ടോ. എനിക്ക് ഓജി ഇഷ്ടപ്പെട്ടു. ഓജിയും കൂടെ ട്രഫിളും കൂടെ നല്ല എല്ലാ ബർഗറും കൂടെ. അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നു. അടുത്ത ബർഗർ അടുത്തത് സീക്രട്ട് ബർഗർ. ഇങ്ങനെ പിടിച്ചോ. താങ്ക് യു. ബണ്ണൊക്കെ നല്ല സ്റ്റൈൽ ചെയ്തിരിക്കുന്നുണ്ട്. പുരസ്കാരം നമ്മുടെ പുരസ്കാരം. താങ്ക് യു. ബണ്ണൊക്കെ നല്ല സ്റ്റൈൽ ചെയ്തിരിക്കുന്നു കേട്ടോ. താങ്ക് യു ഫോർ യുവർ ബർഗർ ട്രോഫി. താങ്ക് യു. സിമിലർ ടു OG ബർഗർ. ജസ്റ്റ് സോസിന് സിമിലർ ടു ഓജി ബർഗർ. അതുകൊണ്ട് വേണ്ട ഇല്ല, മതി. ഇനി അടുത്ത കഴിക്കാനുള്ളത് കൊള്ളാല്ലേ. പക്ഷെ ഇവര് യൂസ് ചെയ്യുന്ന ബീഫ് ആ പാറ്റി ഉള്ളല്ലേ? ഇവർ ഉപയോഗിക്കുന്ന ഓസ്ട്രേലിയൻ ആംഗസ് ആണ്. ഗുഡ്, നൈസ്. നല്ല ടേസ്റ്റടാ. ആ എരിയിലെ സാധനം എന്റെ വായിന് ഇരേറ്റും പോയില്ല. ആ എരി ബർഗർ ഇല്ലല്ല, കഴിച്ചു. മറ്റേ മാർക്കല്ലേ കപ്പ ഉണ്ടല്ലേ? കപ്പ കപ്പ മുളക് ചമ്മന്തി ഉള്ള ബർഗർ. കപ്പ കൊണ്ടുവരണം. നല്ല 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 സ്ഥലം. കേളി പൈസ പേർലിക്ക് ഇഷ്ടപ്പെടും. കേളി പ്രൈസ് പേളിക്ക് ഇഷ്ടമാണ്. ആദ്യം ഉണ്ടായല്ലേ പേളി പ്രൈസ് ആണ്. പേളി മാനിയാണ്. അലിഞ്ഞു പോവാ. ഓ ഗൈസ്, ഫ്രൈസിന്റെ ഒരു കവനീയ ശേഖരം. ഇത് കേളി, ഇത് പേളി. ഇത് പേളി, അത് ശ്രീനീത്. കൊച്ചോ ആ ഗൈസ്, അവര് പിന്നെ ഓർഡർ ചെയ്ത് ഗൈസ് മറ്റേ എരിയുള്ള ബർഗർ. ചുമ്മാ തട്ട്. ഓഹോ, പന്നില്ലാതെ കഴിക്കാൻ പോണോ? പ്രോട്ടീൻ അങ്ങനെ അത് ഫ്രൈസി മുക്കി അടിക്കണം. എന്താ ചോറ? നല്ല ഏരിയാണ് കേട്ടോ. നിങ്ങൾ ഈ റാനിയെ കഴിക്കണേ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ ചുമ്മാ മറ്റേ ചിക്കൻ ബർഗർ കഴിക്കാന്ന് പറഞ്ഞ പോലെ വരരുത്. നല്ല ഏരിയാണ്. ഒരു നല്ല രീതിയിൽ ഇങ്ങനെ ഫ്ലേവർ ഉള്ള വായിന്റെ ടാൻഡലൈസ് ചെയ്ത് മോശപ്പെട്ട ഏരിയല്ല, എന്നാലും ഏരിയുണ്ട്. ആണോ? നല്ലോണം ചുണ്ടേരി. ചുണ്ട് മെക്ക എരിയും. അണ്ടകടാഹം വരെ നാളെ എരിയും. നല്ല ഏരിയ കേട്ടോ. നാളെ രാവിലെ വിവരം അറിയും. പക്ഷെ എന്നാലും കണ്ടടാ, നല്ല എരി ഉള്ളതുകൊണ്ട് അവൻ കഴിക്കണം കേട്ടോ. മട്ടന്ന് വേറെ ഒരിടത്തുനിന്നും അവൻ കഴിക്കണം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ, ഞാൻ കണ്ടിട്ടില്ല. SKP അപ്രൂവ്ഡ്. ഫസ്റ്റ് ബർഗർ ഇൻ UAE. വേറെ ഒരു ബർഗർ നീ B60 പോലും ഇങ്ങനെ കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. നമ്മള് നല്ല നല്ല സ്ഥലങ്ങളിൽ പോയി കഴിച്ചിട്ട് ആരും പറയണ്ടത് നമ്മളോട് മാത്രം പറയുന്നില്ല. ബർഗർക്ക് പണ്ടത്തെ പോലെ ഇഷ്ടമല്ലാതായി പോയി. നമുക്കൊരു ബെഞ്ച് മാർക്ക് വന്നുപോയി. ബെഞ്ച് മാർക്ക് വന്നു, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റേ UK നിങ്ങൾ പോയി കഴിച്ചായിരുന്നല്ലേ? UK ഒന്നുമല്ല. ദുബായിലുള്ള UK ഒന്നുമല്ല. ഈ ബർഗേഴ്സ് ഇവിടെ തന്നെ നമ്പർ 1. പക്ഷെ പ്രശ്നമുണ്ട്, UK എല്ലാരും പറയുന്ന ബെസ്റ്റ് ബർഗേഴ്സ് ഉള്ള പബ്സിലാണ്. പബ്സിലാണ് ഏറ്റവും നല്ല ബർഗേഴ്സ്. പബ്സ് ഹലാലിലാണ്, നമ്മൾ പോയി കഴിക്കില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ UAE കൊണ്ടാരം പറഞ്ഞു ഞാൻ കഴിഞ്ഞ തവണ ഇവിടുത്തെ ഏറ്റവും ആ പൗണ്ടേഴ്സ്, മിസ്റ്റർ സ്മാഷ്, പിന്നെ ഡോക്ടർ സ്മാഷ്, പിന്നെ 11 ഗ്രീൻ ഏറ്റവും നല്ല ബർഗർ പോട്ടെടുത്ത്. അതൊക്കെ ഒരു ആവറേജ് ബർഗറായി. നമ്മളത് 3 ബ്രദേഴ്സും ഗുഡ് ഫയർ. 3 ബ്രോസ് അലിഞ്ഞു വന്നിപ്പോഴും സത്യം അതാ കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു ബർഗറൊക്കെ ഇങ്ങനെ പുഷ്പം പോലെ തീർക്കാം. അത് ഇപ്പൊ എനിക്ക് വീണ്ടും പോവാൻ ആഗ്രഹമുള്ള സ്ഥലം. യെസ്, എനിക്കും. അങ്ങനെ എല്ലാ സ്ഥലവും നമ്മുടെ മൈൻഡിൽ മനസ്സിലാവും. ദൃശ്യം ഫാൻ ആണോ? വെരി ഫ്ലോപ്പ് മൂവി. ഹിന്ദി, ദൃശ്യം ഈസ് ഒറിജിനൽ. മലയാളം ഒറിജിനൽ. ലാലേട്ടൻ, മോഹൻലാൽ, OG.
ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദ ബർഗർ തീർന്നിട്ടില്ല. നിങ്ങൾ ആരും പോവരുത്, നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവേ. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഒരു മോളിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ കട്ടു മോളിന്റെ അകത്തുള്ള റെസ്റ്റോറന്റ് ആയിരിക്കും. ബിക്കോസ് മോൾസിൽ ഈ സുനാകളിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് പ്ലീസ് നെക്സ്റ്റ് ഫ്രെയിമിൽ ദ കട. നമ്മളങ്ങനെ ദുബായ് ഹിൽസ് മോളിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ വന്നത്? 2 സാധനങ്ങൾ കഴിക്കാൻ. ഒന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബർഗർ, ഈയിടെ ദുബായിൽ നടന്ന ബർഗർ ചാമ്പ്യന്മാരെ ബർഗർ കഴിക്കാൻ. പിന്നെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബാച്ച് സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന കുക്കി. അത് പക്ഷെ ഭയങ്കര വലിയ ക്യൂ എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. 1/2 മണിക്കൂർ മിനിമം വെയിറ്റിംഗ് ആണ്. നോക്കാം, പറയാം. ഹൈപ്പിന് എത്ര ഉണ്ടോ? കഷ്ടപ്പെട്ട് ഓടി വന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ക്യൂ നിൽക്കാതിരിക്കാൻ വേണ്ടി. നോക്കാം. ബാച്ചിൽ വന്നിട്ട് നമ്മുടെ നൊമാഡിയനെ കഴിക്കണ്ടെന്നാണ് സൊമാഡിയൻ പറയുന്നത്. ഇവിടെ ബാച്ച് ആയിട്ട് ഒന്നുമില്ല തരുത്തോളൂ. ഒരു ബാച്ച് ആയിട്ടില്ല, ഓർഡർ ചെയ്തു. ഒന്ന് ഒറിജിനലും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ്, ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ്. സൂപ്പറാ. സോസോ കുറെ ഉണ്ട്. സോസ് എന്ത് സോസോ? ഒരു സോസോ ഇല്ല. ആ സോസും ഉണ്ടോ? ഐസ്ക്രീം. അതാ സോസോ. വെരി നൈസ്. സെർവ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? 48 ദിർഹംസിന്റെ 2 സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഒന്ന് അവരുടെ ഇത് ഇതും ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നോർമൽ ആണ്, ഇത് രണ്ടേ ഉള്ളൂ. ഈ 2 ഓപ്ഷൻ ഇവരെ ഫേമസ് ഏതാ? വാട്ട് ഈസ് ദ ഫേമസ് വൺ? അതാ ഫേമസ്. ഒന്നുമില്ല, ഇത് ഞോണ്ടി എടുത്തിട്ട് ഐസ്ക്രീം വെച്ച് തരും. ഐസ്ക്രീം. അപ്പം ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ. ഫ്ലാറ്റിന് പൈസ സുബിനോട് വാച്ച് ഉള്ളല്ലോ. വാച്ചല്ല, അത് മറ്റേ കൊച്ചുണ്ടാക്കി കൊടുത്ത സാധനല്ലേ? അല്ലെ വാച്ചും കൊള്ളാം. ഇത് മറ്റേത് റബ്ബർ ബാൻഡാ കൊച്ചിന്റെ. നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരണമെന്നില്ലായിരുന്നു അല്ലേ? ആണോ? ടൈറ്റ് ആണോ? നമുക്ക് അരയിലിടാനല്ല പറഞ്ഞത്, കയ്യിലിടാനാ. സാധനം ഒന്നുകൂടെ പറഞ്ഞു. അരയിലിടാനല്ല, കയ്യിലിടാനാ. ശരി. അടാ ചേച്ചി എടുക്കുന്നുണ്ടാ. സൂപ്പർ. ചേച്ചിക്ക് എടുക്കാൻ അറിയാം. കുറച്ച് മതിയെന്ന് പറ. മൊത്തം വേണം. ഇത് ഡാർക്ക് ചോക്ലേറ്റാ? എന്തിരി കാണാനാ? ഓട് ഓട്. കളിക്കത്തില്ല. അടുത്ത നോർമല്. അവര് ഇത്രയും ചെറിയ സാധനം വെച്ചിട്ട് എത്ര എപ്പ തീരും ഇത്? സ്റ്റോക്കോടെ കൊണ്ടോടെ ഇവിടെ. ഇത് അന്ന് വാങ്ങിച്ചതാണോ അല്ലെങ്കിൽ പിന്നെ വാങ്ങിച്ചതാണോ? ഇത് പിന്നെ വാങ്ങിച്ചത്. പിന്നെ മേടിച്ചത് രണ്ടാമതല്ല, മൂന്നാമതല്ലാണ്. രണ്ടാമത്. എല്ലാവർക്കും സുബിനോട് ഗിഫ്റ്റ് വന്നത് എനിക്ക്. ഓ ഐസ്ക്രീം കണ്ടില്ല. ഐസ്ക്രീം സോഫ്റ്റി. Oh, this ice cream, what's the flavors? It's vanilla soft serve. Oh, the vanilla. Do you ideas? ഇതവിടെ പിടിക്കും. എന്റെ ഭാഷ അവർക്ക് ആർക്കും അറിയില്ല. അടുത്ത 2 പറഞ്ഞേ. What's the flavor? All your banana? Vanilla. This You know vanilla? vanilla. Yeah, vanilla. Thank you. Vanilla, vanilla. One more. Thank you. സൈലോട്ട് കൈ കിട്ടും. ഒരു സ്ഥലം നമ്മൾ 4 1 2 3 4 5 6 പേരുണ്ടെന്ന് പറ. ഹായ് ഹൗ ആർ യു? ഫൈൻ. എല്ലാം കൊച്ചു പിള്ളേരാണല്ലേ? നേഴ്സറിയിൽ വന്നതേ ഉള്ളൂ. അവരെ സംരംഭമാണെന്ന് തോന്നുന്നു. അവരെ സംരംഭം. ഇവൻ പറഞ്ഞാൽ കോളേജ് വെച്ചെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോളേജ് കൊച്ചോ? ഏത് കോളേജ് കൊച്ചു? ഹായ് നൈസ്. ഓക്കെ, ഒന്നുമില്ല. നല്ല കണ്ണാടി കേട്ടാ. ആ പെങ്ങച്ചിന്റെ ഫ്രെയിം കൊള്ളാം. ഗൈസ്, വൈറലായ സാധനം ഇപ്പോൾ സുബിന്റെ വൈറലോട്ട് പോകും. വൈറലായത് വയറ്റിലോട്ട് പോവാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി. സോറി ഗൈസ്. What about the hot chocolate bar? Okay. തന്നെ അടിക്കണം. എവിടെ ഇരുന്ന് സൂപ്പർ സാധനം. ലേശം ഈ ചോക്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ കൂടാ. ചോദിക്കാറുണ്ടോ? മൊത്തം ഒഴിച്ചോ? എല്ലാ ആവശ്യം ഉണ്ടായിരുന്ന പൊള്ളിയാ. സുബിനോട് ഇങ്ങനെ കിടക്കിടക്ക്. അത് ശരി. ഇത് ഓണല്ലോ. മാനാണ് മാൻ. അവിടെ ഇത് കണ്ടു. Guys, is this worth the hype? ഇത്രയും ക്യൂ നിന്ന് പല വീഡിയോസ് ഞങ്ങൾ വെച്ച് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. വീഡിയോ വന്നാൽ മതി. അത്ര ക്യൂ ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി വർത്ത്. അടിപൊളി. The dark chocolate with ഐസ്ക്രീം and ice cream. Good experience. ഞാൻ കഴിച്ചോക്കട്ടെ ഗൈസ്. ഇങ്ങനെ എടുക്കുന്നു, മുറിക്കുന്നു.
ചൂയി ടെക്സ്ചർ ആണ് കേട്ടോ. അല്ല അത് ഇത് ചൂയല്ല, അത് ചൂയ. അല്ലേ ചൂയെല്ലാം തന്നെയാണ്. പക്ഷെ അന്ന് അത്ര ചൂയല്ല ഇത്. ചൂയി ടെക്സ്ചർ നീ ചവക്കാത്തോണ്ട ഡാർക്ക് ചോക്ലേറ്റും നല്ല ചൂയിസാണ്. ഡാർക്ക് ചോക്ലേറ്റും ഐസ്ക്രീം. ഇതത്ര ചൂയല്ല, അത് നല്ല ചൂയ. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ, നല്ല ഫ്ലേവർ. ഒരു വികാരമില്ലല്ലോ തന്നെ ഇത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി പറഞ്ഞു നോക്ക്, ഇവിടെ വികാരം കൊള്ളും. അല്ല മെസ്സിയെ പറ്റി പറഞ്ഞത്, മെസ്സിയെ പറ്റി പറഞ്ഞത്. മെസ്സി ആലോചിച്ചത് കഴിച്ചേ. കൊള്ളാം കേട്ടാ, കിട്ടില്ല, നല്ല ടേസ്റ്റ്. ഞാൻ ഭയങ്കര ഷുഗർ കട്ടില്ല, അതുകൊണ്ട് എനിക്ക് കട്ട് കഴിക്കണം. ചെറിയ ചൂടുണ്ട്. ഇതുവരെ കണ്ടതില് ഫിഫയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാച്ച് ഏതാണ്? എനിക്ക് ഇതുവരെ കണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട മാച്ച് അർജന്റീന വേഴ്സസ് മറ്റേ അല്ലല്ല ക്യാബർദെ. അതാണ് എന്റെ ഫേവറേറ്റ് മാച്ച്. ത്രില്ലടിച്ച് കണ്ട മാച്ച്. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, നാലേക്കട്ടെ. ഈ ഫിഫയിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് മാച്ച് നമ്മൾ കണ്ടത് ഈ വർഷത്തെ അർജന്റീന ഈജിപ്ത്. അർജന്റീന ഈജിപ്ത്. ഞാനും അർജന്റീന ഈജിപ്ത്. ബെൽജിയം വേഴ്സസ് സെനഗൽ. ബോറിംഗ് മാച്ച്, ഭയങ്കര ബോറിംഗ്. ബോറിംഗ് ഒന്നല്ല, ബെൽജിയം കളിയിലേ ഇല്ലായിരുന്നു. കളിയിലേ. പക്ഷെ മറ്റേ അങ്ങനെയല്ല, അർജന്റീന കളിയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. അല്ല അർജന്റീനയുടെ മാച്ച് എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ല, പക്ഷെ എനിക്ക് അതിൽ ഈജിപ്തിനെ എനിക്ക് ഇഷ്ടമായി. കൊളംബിയ മാച്ചിൽ ആരും ഇഷ്ടപ്പെട്ടത്? ഈജിപ്ത് ഇഷ്ടപ്പെട്ടത്. ഈജിപ്ത് അർജന്റീന മാച്ചിൽ എനിക്ക് ഈജിപ്തിനെ ഇഷ്ടമായി. പക്ഷെ അവസാനം 15 മിനിറ്റ് 3 ഗോൾ അടിച്ചത് ശരിയായില്ല. ഓക്കെ ശരി. ഇത് കുറച്ച് ഫിക്സിംഗ് ഉണ്ട് ഇതിനകത്ത്. ന്യൂ ബാലൻസ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു കട ന്യൂ ബാലൻസ്. അത് പഴയ മോഡൽ മേടിച്ച. ഇത് തന്നെ പുതിയത് വന്നില്ല, പുതിയ 90. പക്ഷെ നിന്റെ യൂസ് വെള്ള വേണ്ടായിരുന്നു. ഇതിനാ വെള്ളം എടുത്തു കൊടുത്തതിന് വെള്ള ചവിട്ടി അഴുക്കാകും. അവളെ ഗിഫ്റ്റ് ആണ് ഗൈസ്. എന്താ കഴിച്ചു കഴിഞ്ഞു എല്ലാം നീ ഈ കളറൊക്കെ എടുക്കണ്ട, പുള്ളിയുടെ കളറ്. അവിടെ വെള്ളം തൊട്ടടുക്കാം കൂടെ. എല്ലാത്തിനും മാച്ച് കേട്ടോ, നീ നോക്കിയോ, ഒരു മാസം കഴിഞ്ഞിട്ട് നീ ഷൂ നോക്കിയോ. എന്നൊക്കെ പറയട്ടെ. ഇവര് കൊളാബറേഷൻ ചെയ്താൽ ഇവര് ഓരോ മാസവും ഓരോ ബ്രാൻഡ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യും. അവരുടെ ഇവിടെ ഏറ്റവും ട്രെൻഡിങ് ഡിഷസ് ഒന്നുമില്ല. അങ്ങനെ ഇവിടെ വേൾഡ് ചാമ്പ്യൻ ബർഗർ ഇവിടെ ഒരു മാസം ഉണ്ടായിരുന്നു, എന്നിട്ട് പോയി. അങ്ങനെ ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ട് പോയി. അപ്പൊ അതാണ് ഗൈസ്, നമ്മൾ കഴിക്കാൻ വന്ന ബർഗർ പോയി കണ്ടംവഴി. അപ്പം ഇനിയിപ്പം ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് വരാം ഗൈസ്. നാട്ടിൽ മാത്രമല്ല ദുബായിലും ഡെക്കാത്തലോൺ ഷോപ്പ് ചെയ്തിട്ടുണ്ടോ? നാട്ടിൽ അതല്ല പഴയത് ഇംഗ്ലണ്ട് ടുഡേ സപ്പോർട്ട് ഫോർ ഓരോ ഈ സീസണിൽ 5 ടീമായി ഇപ്പൊ 5 ടീം തോറ്റ്. വേണ്ടായിരുന്നു കേട്ടോ, ഇംഗ്ലണ്ട് ജയിച്ചു പോട്ടെ. സ്പെയിൻ വാങ്ങിയിട്ടിരുന്നില്ല, കുറച്ചൊരു അന്തസ്സും. വരി ഗൈസ്. പീറ്റ്സ് കഫേയിൽ നിന്നും വാനില ലാറ്റയും സൺഫ്ലവർ അല്ലല്ലോ, കെമമൈൽ തന്നെ. ഒരു പൂവാണ്, ഒരു പൂ, കാമമൈൽ പൂ. അത്ര മതി കേട്ടാ, കഴിഞ്ഞു. ചെമ്പരത്തി അല്ല ഇത് പറയാലോ. ഇംഗ്ലണ്ടിന്റെ മെയിൻ ആളിരിക്കണല്ലോ. അല്ലേ ഇംഗ്ലണ്ടിന്റെ മേലാണെന്നല്ല ഇന്നത്തെ സപ്പോർട്ട് ചെയ്ത കൂടെ അവിടെ ഇറങ്ങി. റോൾ നമുക്ക് അർജന്റീന ജയിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു രസം. നീ സുഗണൻ മിണ്ടരുത്. ഇത് എന്റെ ന്യൂ ബാലൻസ്, ഇത് യാസറിന്റെ പുതിയ ന്യൂ ബാലൻസ്, ഇത് നൊമാഡിയന്റെ ന്യൂ ബാലൻസ്,
ന്യൂ ബാലൻസ് അല്ലാത്ത 2 ഷൂസുകൾ. സോറി ഇത് ന്യൂ ബാലൻസ് അല്ല, ദിസ് ഈസ് ഓൾഡ് ബാലൻസ്. ഇതിന് ഒരു എന്തായാലും 2 ലൈക്ക് കിട്ടും. ഇതിപ്പം അവന് ഇങ്ങനെ മാത്രം ന്യൂ ബാലൻസ് ഇല്ല. പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് വിഷമമുണ്ടടാ. നിനക്ക് ഞാൻ വേറൊരെണ്ണം മേടിച്ചു, ഈ കളർ എനിക്ക് നല്ലൊരു കളർ മേടിച്ചു. ശരി, നീ അഴുക്കാക്കി, നീ വിഷമം ഉണ്ടാകുന്നുണ്ട്. നീ അഴുക്കാക്കൂടെ, നീ ഡിഫൻഡർ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അഴുക്കാവൂടത്. ഡിഫൻഡർ കയറുമ്പോൾ അഴുക്കാവൂടാ. ഇത് എനിക്ക് തരണം. ഒരു അഴുക്കൂടെ എനിക്ക് തരണം, കാരണം എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമല്ല. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം അറിയോ, അഴുക്കാവും. എന്താണ് മിസ്റ്റർ? എനിക്ക് ശാസാവിന് ഇഷ്ടമല്ലേ അല്ലേ? ഒരുമാതിരി ഇടയ്ക്കിടയ്ക്ക് ഗൈസ്, ഇവിടുത്തെ ബീഫ് നൂഡിൽസ് ആണ് ഈ കാണുന്നത്. ഇഡിലും ടേസ്റ്റ് ആണ് കേട്ടോ. എന്റെ ഷീസ് തൗക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അടി കൂടുന്ന അടി വേണ്ട, അത് പാടിയാവും. ഇവൻ നല്ല വിശപ്പിലായിരിക്കും, എല്ലാം ഡൗൺലോഡ് ചെയ്ത് വന്നവനാ. ഒന്നുകൂടി എടുക്കണം ശശാമിന്റെ കൂടെ. കഴിച്ചോ ചുമ്മാ പറഞ്ഞാടാ. നീ Guess the product പിന്നെ പ്രൈസ് ഒക്കെ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് തരും. ആ പ്രൊഡക്ട്സിന്റെ പ്രൈസ് ഗസ് ചെയ്യണം. പൈസ ഗസ് ചെയ്യണോ? അപ്പൊ ഓരോ എനിക്കറിയാം. എനിക്കറിയില്ല, അതിനറിയില്ല. പിന്നെ I only bought for my card. നീ കഴിച്ചോടാ. ഞാൻ ചുമ്മാ പറഞ്ഞേടാ. ഫസ്റ്റ് പ്രൊഡക്റ്റ് ആരാ ഹുദാ ബ്യൂട്ടി ഗസ് ചെയ്യുന്ന they will win all the 26 100 തരാം. 26 100 ബ്രാൻഡ് ഒക്കെ നോക്കി ഏതാണ് ഹുദാ ബ്യൂട്ടി. നിങ്ങൾക്ക് തുറന്നിട്ട് എന്താ സാധനം നോക്കാം. ഹുദാ ബ്യൂട്ടി കുറവല്ലേ? വേഗം പറ. അതിന് പ്രൈസ് കാണേ. 1600 അല്ല, അതിൽ പ്രൈസ് ഉണ്ട്. ഇല്ല പ്രൈസ് ഇല്ല. എടാ മൈക്ക് ആരയില് ഇത് നോക്കുന്ന പൊന്ന നേരത്തെ അവിടെ തറവി. പ്രൈസ് ഇല്ല, നീ കഷ്ടപ്പെടണ്ട. വേഗം പറ. അവിടെ എവിടെ തൊട്ടിട്ട് എന്നെ പിടിക്കാതെ. നീ ഇത് ഹുദാ ബ്യൂട്ടി അല്ലേ? ഹുദാ ബ്യൂട്ടിക്ക് അത് വലിയ റേറ്റ് വരുന്നില്ല. പൂട്ടി നീ പറ. ഇതൊരു ക്ലോസ് പറഞ്ഞോ? ക്ലോസേ പറയുന്നുണ്ടോ? എന്റെ മാലാഖ എന്നോട് പറയുന്നത് നീ ഇതിന് 70 എന്ന് പറയാൻ. ഞാൻ എപ്പം പറയല്ലേ? യാസർ മോന് അത്ര പറയുന്ന എന്റെ 40 പറയാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ 2500 സാധനം പോലും കിട്ടത്തില്ല. ഇതൊന്ന് പറ, അതിനെത്രയാ പറയണോ? പിന്നെ ഓക്കും അറിയില്ല. കറക്റ്റ് പറയണ്ടേ? അല്ല എനിക്കത് ഒരു 80 നല്ല ചൂടാ. വാല്യൂ ഉണ്ട്. പക്ഷെ ഞാൻ 40 പറഞ്ഞു. എവിടെയൊക്കെയോ പൊള്ളി. 80 വാല്യൂ ഉണ്ട്. ഹുദാ ബ്യൂട്ടി അല്ലേ? റേറ്റ് വേണം 80 ആണ്. പറ. റെഡി 1 2 3 പറഞ്ഞു. മൈക്കോട്രാ. ഇതിന്റെ റേറ്റ് 145. ആരും എടുത്തില്ല. ഞാൻ 100 വരെ എത്തി. അത് പ്രശ്നമില്ല, 40 വ്യത്യാസം. 100 ബാക്കിയോട് എണ്ണിക്കോ? ആരുമില്ല. 100 എത്തിയെന്ന്. ഞാൻ 100 ഞാൻ 40 പറഞ്ഞു. 150 അടിച്ചു. അത്രേ ഉള്ളൂ. ഇത് കൊള്ളാം കേട്ടോ, ചോറ് കൊള്ളാം. ഇനിയിപ്പോ ഗസ് ഇപ്പൊ മാറും. എല്ലാരും ഗസ് ഇപ്പൊ മാറേ. ഓക്കെ, അപ്പൊ അടുത്ത ഇത് വെള്ളത്തിൽ പൊടിക്കാൻ നൂഡിൽസ് ആണ്. തൊട്ടോ ഓക്കെ, അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് തൊട്ടോ 55 അയ്യോ പൊടിക്കാനേ ഇപ്പൊ. 55 ബ്രാൻഡ് ബ്രോ. പിന്നെ ബ്രോ സെഫോറ ബ്രോ, കോസ്റ്റ്ലി ബ്രോ. പറ. നീ ഇതില്ല, ഇത് കൺസീലറാ. കൺസീലർ ബ്രോ ഒരു ഏകദേശം ഒരു 200 വരും ബ്രോ. ഓക്കെ അടുത്ത കൂടുതൽ ഇത് 60 ബ്രോ നമ്മളെ ഷെയർ ഇട്ട് പറയാം. 120 80 ഞാൻ എത്ര പറഞ്ഞ 60 അല്ലല്ല 60 ഓക്കെ പറ. This is for 90. ഓ അടുത്ത് ഞാൻ എത്തി. അപ്പൊ ആരാ? ഞാൻ 80 പറഞ്ഞു. 80. ഞാനിപ്പോ 60 ഉണ്ട്. അല്ലല്ല ഞാൻ അത്ര ചെയ്യാം. അത്ര 5 കിട്ടോ. ഓക്കെ ഓക്കെ ലിപ്സ്റ്റിക് 65 ഓ ബ്രോ എനിക്കറിയാം. ഇത് 85 ഷെയ്ഡ്, 25 ഷെയ്ഡ്. വേഗം പറ. ഞാൻ 45 അല്ലേ നീ അടുത്ത കൂടി. ഇത് കിട്ടി. കിട്ടിയോ? ഇത് 85. ഓക്കെ 85. നീ എടുത്തു. ഒന്ന് മണി ചോദിക്കും. 100. ഞാൻ 45. ഞാൻ 65 65 പറ. This is for 95. ഓ ഞാൻ
നീ ഏത് നൂറ് പറഞ്ഞത്? നീ എത്ര പറഞ്ഞു? 85. 95 അയാൾക്ക് അപ്പൊ നീ കറക്റ്റ് കൊടുക്കേ. എടാ എന്തുടാ 90? എടാ 100 കൂടി പോയി. ആ ശരി. കൂടി പോകാൻ പറ്റില്ല. അത് കൂടിയാ പോരാ, അങ്ങോട്ട് പോയി. പ്രോഡക്റ്റ് ഒന്നും ഓ മാക്സ് 250. നാട്ടിൽ ഏത് സീറ്റ് മിനിയാണോ അതോ 250. 250. 285. ഇത് നീ മേടിച്ചാണോ? സോറി 185. ഇതാര് മേടിച്ച? ഇത് ഞാൻ മേടിച്ച. അപ്പൊ എനിക്ക് റേറ്റ് അറിയാം. 240. 220. 145. ജൂബി നേരത്തെ എത്ര പറഞ്ഞത്? 145. 145 പറഞ്ഞത്? ഞാൻ 185. ഇത് എത്രയാന്ന് പറ? ടെക്നോളജീസ് 125. എടാ, പുള്ളിക്ക് ആ പുരസ്കാരം എടുത്തോട്ട് പുള്ളി എന്തോ വലിയ ട്രോഫി എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഉണ്ടോ? അതോ സ്ക്രൂ ഡ്രൈവറാ? 10 രൂപ. ഇത് 10 രൂപ. 55. 55. നോക്കട്ടെ. 2.9 അല്ലേ? ഓ വെക്കണം. ഇന്നലെ അങ്ങനെ ശമ്പളം പറ്റുന്നല്ലോ നീ. എത്ര ഇനി? എത്ര? Okay, ഇത് സെഫോറിന്റെ ഒരു മിനിറ്റ്. ശരിയാക്കട്ടെ. 35. 165. 35. അല്ല ഇത് 85. കണ്ണുങ്ങൾ ഇളവെട്ടാൻ 2.9. എടാ ഇത് ഞാൻ പറയുന്നത് 35. 65. 85. അല്ലല്ല എത്ര? ഞാൻ 45. അല്ലല്ല ഞാൻ 35. മോനെ, ഞാൻ 35 ഓൾറെഡി പറഞ്ഞ. നീ ജ്യേഷ്ഠൻ ഇത് 60 ആ. ആണോ? നീ വാങ്ങിയത് ഞാൻ 60 ആ. എന്ത്? ഇവിടെ പറഞ്ഞേ ഞാൻ വാങ്ങിയതാ കുറവാണ്. അപ്പൊ ഞാൻ 35. അപ്പൊ 60. പറയട്ടോ അവള് പറയട്ടോ. ഒരു കാസറോ, ഇത് ഞാൻ മേടിച്ചതാ കുറവാ. അപ്പൊ 25 വന്നത്. അല്ല 60 അടിച്ചു ഞാൻ നിന്നെ. ഞാൻ പറഞ്ഞ 70 അല്ലോ. ഞാൻ വാങ്ങിയതാ കുറവാ. 70 അല്ല 25. ഇനിയുണ്ടോ? എടാ ഈ രണ്ട് ബാഡീസ് ഏത് ബാഡിലൂടെ പോയത്? ഈ ബാഡിലൂടെ പോയത്. അപ്പം മിനിമം ഒരു 1000 ബില്ല് അടിച്ചോണ്ടേ വരും. ഇത് 220. 220. 265. 165. 265. 165. 220. ഇതിനൊരു 220. 240 വരും. 240 250 വരും. ഓക്കെ പറ എത്രയാ? 225. ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു പറഞ്ഞ ജയിച്ചേന്. എടാ കാർഡ് പോയതിന്റെ ഇത് മെസ്സേജ് ഇല്ലടാ, മെസ്സേജ് വന്നില്ല. അതെ നീ മേടിച്ചേ? ഞാനൊരു ഷൂ മേടിച്ചപ്പോ നിന്റെ ഈ കുഞ്ഞു മോത്തിതൊക്കെ എവിടെ തേക്കാനടി? പിന്നെ പണിക്ക് മുമ്പ് എന്തോട്ടോട്ടേ പോന്നെ അതന്നെ അവൾക്ക് വേണം. മാനേജ്മെന്റിന്റെ ഏറ്റവും ഹയസ്റ്റ് ബില്ല് എന്റെ അല്ല. ഞാൻ പിന്നെ വെറുതെ പണിക്ക് പോകാൻ വേണ്ടി ഇത് നിന്റെ എത്ര ചെറിയ പൈസന്റെ പാവം. ഈ പെൻസിലിനാണോ 600 അടിച്ചത്? പെൻസിൽ വാങ്ങി തരോടി 60. കാജലൊക്കെ പെൻസിൽ നക്കി തുടച്ചാൽ ബ്രോ ഷൂ എത്രക്കായിരുന്നു വാങ്ങിച്ചത്? 700. മിണ്ടാതിരുന്നാണ്. വെറുതെ നമ്മൾ വീട്ടിൽ പോയാൽ നൈക്കിയുടെ ഷോറൂമിൽ കൊണ്ടുവന്നിരിക്കും. ഒരു കാര്യമില്ല. നമ്മുടെ ഒരു മലയാളി പയ്യനാണ് കേട്ടോ. ഇവിടെ നൈക്കിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ മുണ്ടക്കൽ ചേര ഞാൻ ഇടാറില്ല. ഞാൻ കളക്ട് ഗൈസ്. മറ്റേ പടം ഉണ്ടല്ലോ, മറ്റേ സിനിമ. ആ സിനിമ ഇന്നായിരുന്നു, ഞാൻ മറന്നുപോയി. ഷിറ്റ് മാൻ ഷിറ്റ് ഒഡീസി. ഞാൻ പോവാണ് ഗൈസ്. ഞാൻ എങ്ങനെയുണ്ട് സെറ്റ്? അതിനിപ്പോ ഓക്കെ നിനക്ക് സെറ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണേ. അവനെ വാങ്ങിച്ചു കൊടുക്കണേ. സർപ്രൈസ് ആണ് ഗൈസ്. അതിന്റെ വീഡിയോ നീ എടുക്കണേ, എന്നിട്ട് എനിക്ക് അയച്ചു തരണേ. അപ്പൊ ശരി, ബൈ 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 ബ്രോ. ഇതോടെ പ്രൈസ് ആയിരുന്നു.
എടാ ഇത് ഇങ്ങനെ തങ്കമാൻ അത് കാണിക്കും. ഇത് എസ്കേപ്പ് മാറി. ഇവിടെ എല്ലാം പറ്റും. Vibes. ചോദിക്കണോ ഇനി? ഇതാരാ? കുഴപ്പമില്ല. കേക്കടേ. എന്താ ചെയ്യണ്ടേ? എടാ, ശ്രദ്ധിക്ക് ആയില്ലല്ലേ? ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്. എടേ, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളുടെ ടീഷർട്ട് ഇപ്പൊ പറ്റും. പറ്റുന്നില്ല, എന്റെ കൈ പിടിച്ച് പിടിക്കുമല്ലേ. എന്താ പുതിയ ഫ്ലിപ്പ് മിക്കവാറും നോക്കിയോ?